മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ ഒരുക്കിയത് അക്ഷരപ്പുര. ഇതോടൊപ്പം കാർഷിക അറിവുകൾ പകർന്ന് ചെറിയ കൃഷിത്തോട്ടവും. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശികളായ നജീബ് സജിത ദമ്പതികളാണ് മകൻ ഇബ്നു നജീബിന്റെ സ്മരണയ്ക്കായി ഗ്രന്ഥശാല നിർമ്മിച്ചു നൽകിയത്. വീട്ടുമുറ്റത്തെ 2 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച ഗ്രന്ഥശാലയിൽ തന്റെ മകനെ പോലെയുള്ള നൂറുകണക്കിന് കുട്ടികളുടെ കൂട്ടായ്മയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയിൽ 3000-ലധികം പുസ്തകങ്ങളാണുള്ളത്. സ്വന്തം കഴിവുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നാടിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥിയായിരുന്നു അസ്ഹർ ഇബ്നു നജീബ്. തൊടിയൂർ ഇടക്കുളങ്ങര പുലിയൂർ വഞ്ചിത്തേക്ക് പൂവണ്ണിൽ നജീബ് സജിത ദമ്പതികളുടെ മകനായ അസ്ഹർ ഇബ്നു നജീബ് ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തെ വിട്ടുപിരിഞ്ഞു. മകന്റെ ഓർമ്മയ്ക്കായി രക്ഷിതാക്കൾ വീട്ടുമുറ്റത്ത് 2 സെന്റ് ഭൂമിയിൽ ഗ്രന്ഥശാല നിർമ്മിച്ചു. ഓർമ്മ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഇതിന് ഗ്രന്ഥശാല തുടങ്ങിയത്. ഇതിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വായനയോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തക്ക രീതിയിലുള്ള പരിശീലനങ്ങളും പരിപാടികളുമാണ് ഗ്രന്ഥശാലയോട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇപ്പം അക്ഷരക്കളരി അവധിക്കാല ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നത്. വെറൈറ്റി പരിപാടികളായിരുന്നു ഓരോ ദിവസവും. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഒരു കയ്യെഴുത്ത് മാസിക, കഥയുടെ കൈവഴികൾ, അത് ഈ ജൂൺ മാസം മുതൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തുടർന്ന് പിന്നീട് ഇന്നവിടെ അവർ തന്റെ മകനെ പോലെയുള്ള നൂറുകണക്കിന് മക്കളുടെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നു. ബിനുവിന്റെ ഓർമ്മ എന്നും നിലനിൽക്കത്തക്ക രീതിയിൽ ഉള്ള ചിന്തയിൽ നിന്നാണ് ഈ ലൈബ്രറി എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഇതിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുവന്നതിന് ഞങ്ങളുടെ ബാലവേദി പ്രവർത്തകരും അതുപോലെ യുവജന സംഘടന പ്രവർത്തകരായാലും വനിതാവേദി പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടെയാണ് ഇതിൻ്റെ പ്രോഗ്രാമുകൾ, ഇതിൻ്റെ ഓരോ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ച് ഈ പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇബ്നുവിൻ്റെ വാപ്പ ശ്രീ നജീബിൻ്റെ നേതൃത്വത്തിൽ ഹരിത ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളും ഇവിടുത്തെ വനിതാവേദി പ്രവർത്തകരും ബാലവേദി പ്രവർത്തകരും ഒത്തുചേർന്നാണ് ഈ കൃഷിയിടം ഇത്ര അധികം വളർച്ചയെത്തിച്ചത്. നാടിന്റെ ആകെ അഭിമാനമായി വളർന്നു വരേണ്ട മിടുക്കനായിരുന്നു അസ്ഹർ ഇബ്നു നജീബ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തമായി ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചെങ്കിലും സമ്മാനം കിട്ടിയില്ല. എങ്കിലും വാശിയോടെ ആധുനിക ഇൻക്യുബേറ്റർ നിർമ്മിച്ചു. അതിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് വിൽപ്പന നടത്തി. ആവശ്യക്കാർക്ക് ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ചു നൽകി. മാസം 30,000-ലധികം രൂപ കണ്ടെത്തി. ഇങ്ങനെ ചെറുപ്രായത്തിലൂടെ വീട്ടുകാർക്ക് കൈത്താങ്ങാകാൻ അസ്ഹറിന് കഴിഞ്ഞു. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിനിടയിൽ NSS വോളണ്ടിയറായി പ്രവർത്തിച്ചു. ബാലസംഘത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. 2021 ജൂൺ 16-ന് +2 വിദ്യാർത്ഥിയായിരുന്ന അസ്ഹർ ഓൺലൈൻ പഠനത്തിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ മാതാപിതാക്കൾ നോക്കുമ്പോൾ ബോധരഹിതനായി കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നുള്ള ശ്വാസമുട്ടലായിരുന്നു മരണകാരണം. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഉമ്മ സജിത കുറിച്ചിട്ട കവിതകളും ഓർമ്മക്കുറിപ്പുകളും അടങ്ങിയ ഇബ്നു എന്ന പൊൻതാരകം എന്ന പുസ്തകവും ഗ്രന്ഥശാലയിലുണ്ട്. ഗ്രന്ഥശാലയുടെ 1ാം വാർഷികത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. മകന്റെ ഓർമ്മയ്ക്കായി ഇവർ നിർമ്മിച്ച ഗ്രന്ഥശാല 2022 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 3000-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. 250ഓളം അംഗങ്ങളും. നാടിന്റെ അക്ഷര വെളിച്ചമായി മാറിയിരിക്കുകയാണ് ഈ ഗ്രന്ഥശാല. ഗ്രന്ഥശാലയിലെ കുട്ടികൾ ഉൾപ്പെട്ട ബാലവേദിയുടെ നേതൃത്വത്തിൽ വിശാലമായ കൃഷിത്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധങ്ങളായ പച്ചക്കറി ഇനങ്ങളാണ് കുട്ടികളും ഗ്രന്ഥശാല പ്രവർത്തകരും ചേർന്ന് വിളയിച്ചെടുക്കുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജൈവ കൃഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇബ്നു ഹരിത ക്ലബിന് രൂപം നൽകി. അത് എല്ലാ മാസവും ഒരു റിട്ടയർഡ് കൃഷി ഓഫീസർ പുഷ്പരാജ സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കുട്ടികൾക്ക് ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പരിചരണത്തെക്കുറിച്ചും ഒക്കെ വിശദമായ ക്ലാസ്സുകൾ എല്ലാ മാസവും ഉണ്ടാകുന്നതാണ്. എഴുത്തുകാരി കൂടിയായ ഇബ്നുവിന്റെ ഉമ്മ സജിത നജീബ് തന്നെയാണ് ലൈബ്രറിയൻ. മകന്റെ ഓർമ്മകളെ വീണ്ടെടുക്കാൻ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നാട്ടിലാകെ പടർത്തുകയാണ് ഈ മാതാപിതാക്കളും ഗ്രന്ഥശാല പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.